ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റിൻ്റെ 5ാമത്തെ എപ്പിസോഡായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഷുഗർ കെയിൻ ഫാമാണ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡ്രാഗനെ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് മുമ്പേ നമുക്ക് ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോക്കറ്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഷുഗർ കെയിൻ വേണം. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഷുഗർ കെയിനും ഗൺ പൗഡറും വേണം. പേപ്പറിന് നമ്മൾ രാത്രി കാണുമ്പോൾ തല്ലിക്കൊല്ലുമ്പോൾ കിട്ടിക്കോളും. അത് നമുക്ക് പേപ്പർ അത് നമുക്ക് കുറേ വേണ്ട അവസ്ഥ വരും. അപ്പോൾ നമ്മൾ അത് ഒപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഷുഗർ കെയിൻ ഫാം ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇത്ര സ്പേസ് ഉണ്ടാക്കി വെക്കുന്നതെന്ന് ഇവിടെ തന്നെ എന്താണെന്ന് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ഹൗസ് എന്ന് പറയാൻ പറ്റില്ല, ടെമ്പററി ആയിട്ടുള്ളൊരു സ്ഥലത്ത്, ടെമ്പററി ആയിട്ട് നമ്മൾ നിൽക്കുന്നൊരു സ്ഥലത്ത്, പെർമനൻ്റ് ഹൗസല്ല, ടെമ്പററി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കി വെക്കുന്നത്. ഇവിടെ നമ്മൾ കൂടുതൽ സമയം നിൽക്കുന്നതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ട്രേഡിങ് ആയിട്ട് കുറച്ച് കൂടുതൽ സമയം നിൽക്കുക നമ്മളിവിടെ. അതുകൊണ്ടാണ് നമ്മൾ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് രാത്രി എന്ന് പറഞ്ഞിട്ട് അയണല്ല, സോറി ഗൈസ്, ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്ഥലം സെറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ വെള്ളം വളർത്തുന്നു. ഇവിടുന്ന് എൻ്റെ 8 അല്ലേ ഉള്ളത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് 2, 3, 4, 5, 6, 7, 8 വെച്ചിട്ട് ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പം 9ാമത്തെ ബ്ലോക്കിൽ ഇങ്ങനെ ഒന്ന് വയ്ക്കും. ഫസ്റ്റ് ഇവിടെ ബ്ലോക്ക് വെക്കണം. ഇവിടെ തൊട്ട് വെച്ചാൽ മതി. ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ മണ്ടക്ക് പിസ്റ്റം വെക്കണം. പിസ്റ്റം വെച്ച് അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾ റെസ്റ്റോറിൻ്റെ പണിയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, റെസ്റ്റോൺ ടോർച്ച് വേണമല്ലോ. റെസ്റ്റോൺ ടോർച്ച് വേണം നമ്മൾ. ഓക്കെ, റെസ്റ്റോൺ ടോർച്ച് ഉണ്ടാക്കി ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ നമ്മൾ ഇവിടെ ആയിട്ട് സിസ്റ്റം കണക്ട് ചെയ്യണം. ഓക്കെ, അല്ല എവിടെ ഷുഗർ കെയിൻ നട്ടു വെക്കും. ഉണ്ടാക്കുന്ന തിരക്കിൽ അതും മറന്നു. എന്നാലും എനിക്ക് സംശയമുണ്ട്, കറക്റ്റാണോ ഉണ്ടാക്കുന്നത്. ഒന്ന് ട്യൂട്ടോറിയൽ നോക്കിയാലോ. ഗൈസ്, ഞാൻ ട്യൂട്ടോറിയൽ നോക്കട്ടെ. എന്നിട്ട് ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന അനുസരിച്ച് നമുക്കൊരു ഇതിൻ്റെ പേരെന്തോ ഒബ്സർവേറ്റർ മതി. ഒരു ഒബ്സർവേറ്റർ മതി. നമ്മൾ 8 ഉണ്ടാക്കി. അത് കുഴപ്പമില്ല.
അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെട്ടണം അറിയാതെ ഉണ്ടാക്കിയത്. പിന്നെ ഇതും വേണ്ടായിരുന്നു, റെഡ്സ്റ്റോൺ ടോർച്ച് വേണ്ടായിരുന്നു. അവിടെയും മണ്ടത്തരം. ഓക്കെ, ഇവിടെ ആയിട്ട് ഈ മണ്ടക്ക് നിൽക്കുന്ന ഈ ബ്ലോക്കിനെ മണ്ടക്കായിട്ടാണ് പിന്നെ ബ്ലോക്ക് വെക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലൊരു ഒബ്സർവേറ്ററും വെച്ച് ഇവിടം വഴി ഇങ്ങനെ കണക്ട് ചെയ്യണം. ഇവിടം വരെ വിട്ടുമായിട്ടുണ്ട്. ഇവിടം വരെ കണക്ട് ചെയ്തിട്ട് ഇത് ഒന്ന് സൈഡിൽ നിന്ന് ഇവിടെ പകുതിയോളം സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്കൊന്ന് അടച്ച് കൊടുക്കാം. ഇവിടെ ആയിട്ടാണ് നമ്മൾ ഇത് വെക്കാൻ പോകുന്നത്, നമ്മുടെ ഹോപ്പർ. അപ്പം ഇവിടെ ആയിട്ട് ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് ജസ്റ്റ് എടുത്തില്ല, അത് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ബ്ലോക്കിലോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ ഹോപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് പൊട്ടിച്ച് മാറ്റുമ്പോൾ ഈ തുമ്പ് കണ്ട ഇതിങ്ങോട്ട് നോക്കിയിരിക്കുന്ന രീതിയിലായിരിക്കും. നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ അകത്തോട്ട് തന്നെ കറക്റ്റ് പോയി വീഴുന്നുണ്ടോ എന്ന്. ഹോപ്പറിൻ്റെ അകത്തോട്ട് ഓക്കെ, കറക്റ്റ് വീഴുന്നുണ്ട്. ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഷുഗർ കെയിൻ്റെ അത്രയാന്ന് തോന്നുന്നു ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ടിരിക്കുന്നുണ്ടെന്ന്. രാത്രിയല്ല, സോംബീസ് സ്പോണേ, അത് കുഴപ്പമില്ല. നമുക്ക് ഷുഗർ കെയിൻ എവിടുന്നെങ്കിലും ഒന്ന് ഒപ്പിച്ചുകൊണ്ട് വരാം. ഓക്കെ ഗായ്സ്, അല്ലാത്ത സമയത്ത് ഇവിടെ ഫുള്ള് ഷുഗർ കെയിൻ കാണാം. ഞാൻ കണ്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയും ദൂരം വന്ന് ഈ ഷുഗർ കെയിൻ വല്ലതും കണ്ടിട്ട് പോകും. ഷുഗർ കെയിൻ കണ്ടിട്ട് പോകുന്നു, എടുത്തോണ്ട് പോവാം. ആദ്യം അവിടെ ഇപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഷുഗർ കെയിൻ എടുക്കാം. കുതിരക്കുട്ടാന്ന് ഇവിടെ ഇരുന്നോ? നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും കുതിരക്കുട്ടന് ഒരു പറ്റിയ പേര് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പം എത്ര എണ്ണമായി നോക്കട്ടെ. 9 8 മതിയായിരുന്നു. 9 കുഴപ്പമില്ല. നിങ്ങൾ കുതിരക്കുട്ടന് പറ്റിയൊരു പേരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതിലൊരു റാൻഡമായിട്ടൊരു പേര് ഞാൻ സെലക്ട് ചെയ്ത് ഇതിനിടാം. നല്ലൊരു പേര് തന്നെ ഇടണം. ഓക്കെ, എത്താറായി. ഓക്കെ, ഷുഗർ കെയിൻ എടുത്തിട്ട് നട്ട് വെക്കാം. ഓക്കെ, എനിക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്നുണ്ടാന്ന് നോക്കാം. എന്തേത് ആദ്യം ഒഴുകിപ്പോന്നു. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഒന്ന് കവർ ചെയ്യണം. ബ്ലോക്ക് എടുത്ത് നടക്കോട്ടെ കളിക്കാം.
ഓക്കെ, ഇനി നമ്മുടെ ഗ്ലാസ് സ്മെൽറ്റായാൽ നോക്കാം. ഗ്ലാസ് മെൽറ്റായിട്ടുണ്ട്. ഇനി ഗ്ലാസ് വെച്ച് തുടങ്ങാം. ഗ്ലാസ് വെക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ വേണ്ടി ഇതൊന്ന് വരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ബ്ലോക്ക് വെക്കുന്നില്ല, ഈ തെറിച്ച് ഇതിൻ്റെ അങ്ങോട്ട് വീഴും. വെച്ചാൽ DP പിസ്റ്റം വെച്ച് ആക്റ്റീവ് ആകുമ്പം ഇത് പെട്ടെന്ന് പുഷ് ചെയ്യത്തില്ലേ. അപ്പോൾ തന്നെ ഇവിടെ ഈ ഒരു ഗ്ലാസോ സ്റ്റോണോ വെച്ചിട്ടില്ലെങ്കിൽ ഉടനെ ഇപ്പുറത്തെ ബ്ലോക്ക് ചെയ്ത് നടക്കും. അത് ശ്രദ്ധിക്കത്തില്ല, ഡീസ്പോണായി പോവുകയും ചെയ്യും. അതാണ് പ്രശ്നം. ഓക്കെ, ഗ്ലാസ് തീർന്നു. ഓക്കെ, ഞാൻ നോക്കട്ടെ ഇതിൻ്റെ അകത്ത് പെട്ടിക്കകത്തും എല്ലാം സാൻഡും എല്ലാം ഇരിപ്പുണ്ടാകും. നോക്കാം. 43 തികയത്തില്ല. നോക്കട്ടെ, രാവിലെ ഇരിക്കുന്നു. സാൻഡ് ഇരിപ്പില്ലല്ലോ. കുതിരക്കുട്ടൻ എന്തേ ഇവനെ കെട്ടിയിടാൻ മറന്ന. ഇതാണ് പ്രശ്നം. ഇവനൊരു സ്ഥലത്ത് നിർത്തിക്കന്നെ പിന്നെ അവിടെ കാണത്തില്ല. പിന്നെ എങ്ങോട്ടെങ്കിലും ഓടി നടന്നുകൊണ്ടേയിരിക്കും. ഈ ഭാഗത്തെല്ലാം കാണണം. ഇതിനെടുക്കടാ. ശുഭം നോക്കട്ടെ ഇവനവിടെ പോയെന്ന്. അതിൻ്റെ അകത്ത് പിന്നെ ടോർച്ചും കൂടെ വെച്ചു കൊടുക്കാൻ തോന്നുന്നു, പെട്ടെന്ന് വളരാൻ വേണ്ടി. ഇവനെ ഞാൻ പിന്നെ തപ്പിക്കോളാം. ഇവനെ കാണുന്നില്ല. അവനെ ഞാൻ പിന്നെ തപ്പിക്കോളാം. ഫസ്റ്റ് നമുക്ക് സാൻഡ് വരുത്തേണ്ടത്. ഇതാണ് നമ്മൾ മൈൻ ചെയ്യുന്ന ഏരിയ, അങ്ങോട്ട് താഴത്തോട്ട്. നിങ്ങളെ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. Damage. Emotion of damage. Efficiency 1 and പെട്ടെന്ന് കിട്ടും. ഡാമേജ്. രാത്രിയായി ഗൈസ്. ഇവിടെ കുതിരക്കൂട്ടുണ്ടെങ്കിൽ പാഞ്ഞ് കയറിപ്പോയിരുന്നു. ഇപ്പം ഇവനെ സ്കെലട്ടനെ അടിക്കും. ഹായ്. അവിടെ ഇവനൊന്ന് ഇവിടെ വെച്ച് പൊട്ടിക്കണം. ഫുഡ് തീർന്നു. പിന്നെ ഹംഗ്രി ബാർ കുറഞ്ഞു. അവിടെ തൊട്ടായത് ആ കഴിഞ്ഞ് പൊട്ടിക്കാം. ഓക്കെ, നോ സീൻ. ഇവിടെ നിറങ്ങാം. എന്നെ അമ്പിടല്ലേ. പറഞ്ഞ് നാവെടുത്തില്ല. അമ്പിടല്ലേന്ന് പറഞ്ഞാൽ അമ്പ് കിട്ടാൻ. ഞാനൊരു മടിയാണ്. ഡയമണ്ട് ആർമറല്ലേ. ഒറ്റ അടിക്കാൻ കളഞ്ഞു. ഉണ്ടോ എൻ്റെ ഒറ്റ കൈക്കില്ല, വെറുതെ മണ്ടക്കേറിയിട്ട് അങ്ങേറ്റത്ത് ഇങ്ങേറ്റത്തായിട്ട് ടോർച്ച് വെച്ച് കൊടുക്കാം. ടോർച്ച് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വളരാൻ വേണ്ടിയാണ്. ഗ്ലാസ്
സാൻഡ് സ്മെൽറ്റാക്കാൻ കൊണ്ടുവെക്കാം. പിന്നെ നമ്മൾ ഈ ഫ്യൂവല് കിട്ടിയത് ഈ സ്റ്റെയർ കിട്ടിയത് നമ്മൾ അവിടെയുള്ള പകുതി വില്ലേജ് പൊട്ടിച്ച് കളഞ്ഞായിരുന്നു. അവിടെ വളർന്നിപ്പുണ്ട്, അതേ ശ്രദ്ധിച്ചില്ല. പകുതിയോളം ഈ വില്ലേജിൻ്റെ പകുതി വീടോളം ഞാൻ പൊട്ടിച്ച്. അപ്പം അങ്ങനെ കുറച്ച് ഫ്യൂവല് കിട്ടി. സ്റ്റെയർകേഴ്സ് ഞാൻ വീടുണ്ടാക്കാൻ വേണ്ടി എൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒന്നെങ്കിൽ ഉപയോഗിക്കും. നാല് ഗ്ലാസ്സായി കൊണ്ടുവെക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഗ്ലാസ് മതി. പിന്നെ അവിടെ ഇതും കൂടെ ചെസ്റ്റ് വെക്കാം നമുക്ക്. അപ്പോഴേക്കും ഗ്ലാസ് ഒന്നാവും അവിടെ. പെട്ടി സൂപ്പർ പെട്ടിൻ്റെ അകത്ത് കാണുന്നില്ല. പെട്ടി കാണുന്നില്ല ഗൈസ്, ചെസ്റ്റ് കാണുന്നില്ല. ഇത് പറയാൻ വെച്ചിടം എവിടെയാണെന്ന് ഓർക്കുന്നില്ല. 2 ചെസ്റ്റ് വേണം. 2 ചെസ്റ്റായിട്ട് പിന്നെ ഗ്ലാസ് ആയാ നോക്കട്ടെ. ഒരെണ്ണക്ക് ധാരാളം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് വർക്കാവുന്നതും കൂടെ ഒന്ന് നോക്കട്ടെ. ഗൈസ്, ഇത് കുറച്ച് സമയം പിടിക്കുമെന്ന് തോന്നുന്നു. കുറച്ചധികം പിടിക്കും. നല്ല സമയം പിടിക്കും. വളരാൻ വേണ്ടി കുറേ സമയം പിടിക്കും, ഉറപ്പാണ്. ഓക്കെ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.